ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ആ നമ്പർല ഫോർ ഓൾ എന്ന ചാപ്റ്ററിന്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് എക്സാമുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ കൂട്ടുകാർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ കൂട്ടുകാർക്ക് ആ ഒരു എക്സാമിന് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ മക്കളും റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. മക്കളുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. 15 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. കളർ ദി ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നമുക്ക് അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രം തന്നിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈനെ കളർ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മക്കൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് കളർ പെൻസിലും മറ്റും കയ്യിൽ കരുതുക മക്കളെ. ഇതുപോലെ കളർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചോദിക്കേണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർഫ്ലൈക്ക് കളർ ചെയ്യാം. അപ്പൊ മിസ് ആദ്യം എന്ത് ചെയ്തു മക്കളെ, യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മിസ് എന്ത് ചെയ്തു, യെല്ലോ കളർ ബട്ടർഫ്ലൈക്ക് ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കളർ ചെയ്യാവുന്നതാണ്. മിസ് എന്ത് ചെയ്തു, ഇവിടെ ബട്ടർഫ്ലൈക്ക് യെല്ലോ കളർ കൊടുത്തു. കൂട്ടുകാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണോ അത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ ഇനി മിസ് സെലക്ട് ചെയ്യുന്ന കളർ റെഡ് കളറാണ്. മിസ് അടുത്തത് ബട്ടർഫ്ലൈക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർഫ്ലൈക്ക് റെഡ് കളർ കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ യെല്ലോയും അതുപോലെ തന്നെ റെഡും ആയിട്ടുള്ള കളറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബട്ടർഫ്ലൈക്ക് ഇവിടെ കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യാം. മിസ് ഇപ്പൊ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് കളർ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബട്ടർഫ്ലൈക്ക് കളർ ചെയ്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് അല്ലെ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, താഴെ തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് അവിടെ കുറച്ച് ഭാഗമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. എന്താ മക്കളെ, ദിസ് ഈസ് എ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് മക്കളെ എന്താണ്, ദിസ് ഈസ് എ ഡാഷ് എന്നാണ് പറഞ്ഞത്. ഇതൊരു എന്താണ് മക്കളെ, പൂമ്പാറ്റയാണ് അല്ലെ, ബട്ടർഫ്ലൈ ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം, ഇതൊരു ബട്ടർഫ്ലൈ ആണ് അല്ലെങ്കിൽ ഇതൊരു പൂമ്പാറ്റയാണ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് തന്നെ പറയേണ്ടത് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചേർക്കണം മക്കളെ, ദിസ് ഈസ് എ എന്ത് ചേർക്കണം, ബട്ടർഫ്ലൈ എന്ന് വേണം ചേർക്കാനായിട്ട്. എന്താണ് ചേർക്കേണ്ടത്, ബട്ടർഫ്ലൈ എന്ന് വേണം ചേർക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് എഴുതി. ഇനി അവിടെ ബട്ടർഫ്ലൈ അല്ല, കൂട്ടുകാർക്ക് എക്സാമിന് വേറെ എന്തെങ്കിലും പിക്ചർ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ റാബിറ്റിനെ തന്നു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാ പറഞ്ഞതെന്ന് വെച്ചാൽ മക്കൾ ആദ്യം എന്ത് പറയാ, ദിസ് ഈസ് എ റാബിറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത സെന്റൻസ് നോക്കിക്കേ, ഇറ്റ് ഹാസ് ഡാഷ് എന്നാണ് പറഞ്ഞത്. എന്താണ് മക്കളെ ഹാസ് എന്ന് പറഞ്ഞാൽ? ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഹാസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ മക്കളെ, ഉണ്ട് എന്നതാണ് മീനിങ് വരുന്നത് അല്ലെ. അവിടെ നമ്മൾ ഹാവും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഹാവിന്റെ മീനിങ് എന്താ മക്കളെ, ഉണ്ട് എന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഹാവ് യൂസ് ചെയ്യാതെ ഹാസ് യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനിയും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യട്ടെ. അതിന്റെ ഡീറ്റെയിൽസ് ടീച്ചർ വഴിയെ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മക്കളെ, ഇറ്റ് ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനുണ്ട്. അതിനെന്താണ് മക്കളെ ഉള്ളത്, അതിനെന്തുണ്ട് മക്കളെ പറഞ്ഞേ, പൂമ്പാറ്റയ്ക്ക് എന്തുണ്ട്, ചിറകുകളുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, പൂമ്പാറ്റയ്ക്ക് ചിറകുകളുണ്ട് എന്ന് എഴുതാം അല്ലെ. അല്ലെങ്കിൽ പൂമ്പാറ്റയ്ക്ക് ചിറകുണ്ട് എന്നത് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അതേ രീതിയിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് മിസ് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, ആൻസേഴ്സ് പറയും. ഇപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഇനി അടുത്തത് എന്താ നോക്കിക്കേ, ദ ബട്ടർഫ്ലൈ ഈസ് ഡാഷ് ഇൻ കളർ എന്നാണ് പറഞ്ഞത്. അതായത് ബട്ടർഫ്ലൈയുടെ കളറാണ് മക്കൾ അടുത്ത സെന്റൻസിൽ എഴുതേണ്ടത്. ഏതാണ് മക്കളെ കളറ്, മിസ് ഇവിടെ 2 കളർ കൊടുത്തിട്ടുണ്ട്, റെഡും യെല്ലോയും കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടുകാർ ഒരു കളർ മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, അവിടെ ആ കളറിന്റെ പേര് എഴുതി. ഇനി 2 കളറോ അല്ലെങ്കിൽ 3 കളറോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, ഏതൊക്കെ കളേഴ്സ് ആണോ നിങ്ങൾ യൂസ് ചെയ്തത് അതാണ് അവിടെ എഴുതേണ്ടത്. ദെൻ ലാസ്റ്റ് സെന്റൻസ് നോക്കിക്കുക, ഐ ലൈക്ക് എന്നാണ് തന്നിട്ടുള്ളത്. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഇഷ്ടമാണല്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തിനെ ഇഷ്ടപ്പെടുന്നു, ഐ ലൈക്ക് ആരെയാണ്, ബട്ടർഫ്ലൈ അല്ലേ, ബട്ടർഫ്ലൈനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ
ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ, ഇറ്റ് ഹാസ് വിങ്സ്. എന്താ മക്കളെ വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകാണല്ലേ. വിങ് എന്ന് പറഞ്ഞാൽ ചിറകാണ്, വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. The butterfly is red and yellow in color. ബട്ടർഫ്ലൈയുടെ കളർ എന്താണ് മക്കളെ? റെഡും യെല്ലോയും കളറാണ് അല്ലേ. I like butterflies. എനിക്ക് പൂമ്പാറ്റകൾ എന്താണ്? ഇഷ്ടമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ബട്ടർഫ്ലൈ എന്നതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ജസ്റ്റ് നോക്കി പോവാ അല്ലെ. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് ഇത് മക്കളെ, നമ്മുടെ ബട്ടർഫ്ലൈ എന്നതിൽ. അപ്പൊ ആ ഒരു സ്റ്റോറിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ മക്കൾ എന്ത് ചെയ്യണം? എഴുതാനായിട്ടൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോവാട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിലൊരു ഡിസ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ കൂട്ടുകാർ ഈസി ആയിട്ട് എഴുതുമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ മക്കൾ എന്ത് ചെയ്യും? ഹാവും ഹാസും ഒക്കെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ് നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ഇനിയും നമ്മൾ തുടരുന്നുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ള കൂട്ടുകാർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ഫീസിൽ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ, അതായത് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസിലായിട്ട് കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നത്. ക്ലാസ്സുകൾ മാത്രമല്ല, ഓരോ ക്ലാസ്സിന് ശേഷമുള്ള സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ എക്സാമും എല്ലാം ആപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ആപ്പിൽ കൂട്ടുകാർക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളോടൊപ്പം കൂടിക്കോ മക്കളെ. നമുക്ക് വരാൻ പോകുന്ന എക്സാം, ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സാമിനൊക്കെ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വാട്ട് ഡു ദേ ലൈക്ക് ടു ഈറ്റ്? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? What do they like to eat എന്നതാണ്. ഇവിടെ നമുക്കൊരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. The ant, the butterfly and the mouse are talking about their favorite food. Complete their conversation. ഇവിടെ നമ്മുടെ ആൻഡ്, നമ്മുടെ ഉറുമ്പും, നമ്മുടെ ബട്ടർഫ്ലൈ അല്ലേ, നമ്മുടെ പൂമ്പാറ്റയും, അതുപോലെ തന്നെ മൗസ് അല്ലെ, നമ്മുടെ എലിയും തമ്മിൽ എന്ത് ചെയ്യാണ്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അബൌട്ട് ദർ ഫേവറേറ്റ് ഫുഡ്, അതായത് അവരുടെ ഇഷ്ട ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണല്ലേ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, നമ്മുടെ ആൻഡ് ആദ്യം വന്ന് എന്ത് പറയുന്നുണ്ട്? I like sugar. What do you like? I like sugar അല്ലേ. എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. What do you like എന്നാണ് വെച്ചാൽ, അതായത് നിനക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ആരോട് ചോദിക്കുകയാണ്? ബട്ടർഫ്ലൈയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ ബട്ടർഫ്ലൈ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക മക്കളെ? അവൾക്ക് എന്താണ് ഇഷ്ടം? അവൾക്ക് തേനാണ് ഇഷ്ടം അല്ലെ, നെക്ടർ ആണ്. പൂവിലുള്ള പൂന്തേനാണ് ആർക്ക് ഇഷ്ടം? നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഇഷ്ടം. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് എന്താണ് ഇഷ്ടം? നെക്ടർ ആണ് ഇഷ്ടം എന്ന് അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ ബട്ടർഫ്ലൈ വന്നിട്ട് നമ്മുടെ മൗസിന്റെ അടുത്ത് ചോദിക്കാന് ഡു യു ലൈക്ക് നെക്ടർ? ഡു യു ലൈക്ക് നെക്ടർ? നെക്ടർ എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു അല്ലേ, പൂന്തേനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ മൗസിനോട് വന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് നെക്ടർ? നിനക്ക് നെക്ടർ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ മൗസ് എന്താ പറയുന്നത്? ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. എനിക്ക് നെക്ടർ ഒന്നും ഇഷ്ടമല്ല. ഐ ലൈക്ക് ഡാഷ്. അവൻ എന്താണ് ഇഷ്ടം മക്കളെ? അവൻ എന്താണ് ഇഷ്ടം? അവിടെ ആ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് കൂട്ടുകാർക്ക് ആൻസർ പറയാൻ പറ്റും. അവൻ എന്താണ് ഇഷ്ടം? ഐ ലൈക്ക് ക്യാരറ്റ് എന്ന് ഒരു പക്ഷെ അവന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ മൗസ് വന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയോട് ചോദിക്കുകയാണ് ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്? നീ ക്യാരറ്റ് കഴിക്കോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പം ബട്ടർഫ്ലൈ എന്ത് പറയാണ്? നോ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് കൂട്ടുകാർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ ആൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് പറയുന്നത് എന്തായിരുന്നു? ഐ ലൈക്ക് ഷുഗർ. വാട്ട് ഡു യു ലൈക്ക്? എനിക്ക് ഷുഗർ ആണ് ഇഷ്ടം. നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ ബട്ടർഫ്ലൈ എന്ത് പറഞ്ഞു? ഐ ലൈക്ക് നെക്ടർ. എനിക്ക് നെക്ടർ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു അല്ലേ. then അടുത്തത് ബട്ടർഫ്ലൈ ചോദിക്കാണ് ഡു യു ലൈക്ക് നെക്ടർ? ആരെടുത്താ ചോദിച്ചത്? മൗസിന്റെ അടുത്താണ് ചോദിച്ചത് അല്ലേ. അപ്പൊ മൗസ് എന്ത് പറയാണ്? നോ ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ, ഐ ലൈക്ക് ക്യാരറ്റ്. ഇല്ല എനിക്ക് നെക്ടർ ഒന്നും ഇഷ്ടമല്ല. ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഐ ലൈക്ക് ക്യാരറ്റ്സ്. എനിക്ക് ക്യാരറ്റ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു അല്ലേ. then അടുത്തത് മൗസ് ചോദിക്കുകയാണ് ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്? നമ്മുടെ ബട്ടർഫ്ലൈയോട് ചോദിക്കുകയാണ് ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്? നീ ക്യാരറ്റ് കഴിക്കോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ എന്ത് പറയാണ്? നോ ഐ കാണ്ട് ഈറ്റ് ക്യാരറ്റ്സ്. ഇല്ല എനിക്ക് എന്ത് കഴിക്കാൻ കഴിയില്ല? ക്യാരറ്റ് ഒന്നും കഴിക്കാൻ കഴിയില്ല. ഐ ലൈക്ക് നെക്ടർ. എനിക്ക് എന്താണ് ഇഷ്ടം?
നെക്ടർ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ബട്ടർഫ്ലൈക്ക് ആണെങ്കിൽ എന്താണ് ഇഷ്ടം മക്കളെ, നെക്ടർ ആണ് ഇഷ്ടം. മൗസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അവന് ക്യാരറ്റ് ആണ് ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് എന്ത് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഷുഗർ ആണ് ഇഷ്ടം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് മക്കളൊന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം മക്കളെ. റാബിറ്റ് സോ ദി ഫോക്സ്, റൈറ്റ് ഡൗൺ ദ തോട്ട് ഓഫ് ദി റാബിറ്റ്. അതായത് മക്കളെ നമ്മുടെ റാബിറ്റ് പേടിച്ച് എവിടെ വന്നിട്ടുണ്ട്, മഷ്റൂമിന്റെ അണ്ടറിലേക്ക് വന്നിട്ടുണ്ടല്ലേ. ആരെ പേടിച്ച് അവൻ ഓടി വന്നിട്ടുള്ളത്, നമ്മുടെ ഫോക്സിനെ പേടിച്ചിട്ടാണ് അവൻ ഓടി വന്നിട്ടുള്ളത്. എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്, മഷ്റൂമിന്റെ അണ്ടറിൽ ഒളിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ റാബിറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഫോക്സ് അവിടെ വന്നതായിട്ട് കണ്ടു. ആ സമയത്ത് എന്തൊക്കെയായിരിക്കും നമ്മുടെ റാബിറ്റ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, നമ്മുടെ റാബിറ്റിന്റെ തോട്ട്സ് എഴുതാനാണ് മക്കളെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്ത് എഴുതാനാണ്, തോട്ട് എഴുതാനാണ് അല്ലെ. ഓക്കെ മക്കളെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ തോട്ട് എങ്ങനെയാ എഴുതേണ്ടത് എന്നുള്ള കാര്യം. അവൻ എന്തൊക്കെയായിരിക്കും മക്കളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, റാബിറ്റ് എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, അത് ആദ്യം മക്കളൊന്ന് മനസ്സിലോർത്ത് നോക്കുക. എന്തൊക്കെയായിരിക്കും മക്കളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, ആദ്യം തന്നെ എന്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഫോക്സ് എന്നെ കാണോ അല്ലേ, ആ കുറുക്കന് എന്നെ കാണോ എന്നായിരിക്കും നമ്മുടെ റാബിറ്റ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അവൻ എന്നെ പിടിക്കോ, അവൻ എന്നെ പിടിച്ച് ഉപദ്രവിക്കോ, എന്നെ ആരാണ് രക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക മക്കളെ, നമ്മുടെ റാബിറ്റ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എഴുതിയാലോ മക്കളെ. അതിന് മുന്നേ ആയിട്ട് നോക്കിക്കേ, മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ മന്ത്ലി വെറും 100 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. വെറും ക്ലാസ്സുകൾ മാത്രമല്ല, ഓരോ ക്ലാസ്സിന് ശേഷം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഈ എഴുതാനും വായിക്കാനും ഒക്കെ കുറച്ച് പ്രയാസം നേരിടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മക്കൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മലയാളത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്സിലെയും ഇംഗ്ലീഷിലെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രയാസം നേരിടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ കൺഫേം ആക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആൻസറിലോട്ട് പോകാം. എന്തൊക്കെയായിരിക്കും മക്കളെ നമ്മുടെ റാബിറ്റ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, ഓ മൈ ഗാഡ് ദ ഫോക്സ് ഈസ് റണ്ണിങ് ടുവേർഡ്സ് മീ. ഓ എന്റെ ദൈവമേ, ആ ഫോക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോക്സ് ഈസ് റണ്ണിങ് ടുവേർഡ്സ് മീ. ആ ഫോക്സ് എന്റെ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിൽ ദി ഫോക്സ് see me, ആ ഫോക്സ് എന്നെ കാണോ, അവന് എന്നെ കാണോ എന്ന് ചിന്തിക്കുകയാണല്ലേ. വിൽ ഇറ്റ് കിൽ മീ, അവൻ എന്നെ കൊല്ലോ. എന്താ ചിന്തിക്കുന്നത് നമ്മുടെ റാബിറ്റ്, ആ ഫോക്സ് എന്നെ കാണോ, അവൻ വന്ന് എന്നെ കൊല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത് അല്ലേ. ഐ ആം ഇൻ ഡേഞ്ചർ, ഞാൻ എന്ത് ചെയ്യാണ്, വലിയൊരു അപകടത്തിലാണല്ലേ. ഹൂ വിൽ സേവ് മീ, ആരാണ് എന്നെ സേവ് ചെയ്യുക, ആരാണ് എന്നെ സഹായിക്കുക. ഐ ആം സോ സ്കെയർഡ്, എനിക്ക് ഒത്തിരി പേടിയാവുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, നമ്മുടെ റാബിറ്റ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇത്തരത്തിലൊരു തോട്ട് നമുക്ക് എഴുതാനായിട്ട് വരുന്ന സമയത്ത് മിസ് ഈ സർക്കിൾ ചെയ്യുന്ന സെന്റൻസുകളൊക്കെ മക്കൾ ജസ്റ്റ് നോർത്ത് വെക്കുക കേട്ടോ. ഓ മൈ ഗാഡ്, നമുക്ക് ഒരുവിധ തോട്ടിലൊക്കെ അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യുക, കോമൺലി എല്ലാ തോട്ടിലും നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെന്റൻസ് ഒക്കെ മക്കൾ അങ്ങ് പഠിച്ചു പോയിക്കോളാം. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ ഓ മൈ ഗാഡ്, അതുപോലെ തന്നെ ഐ ആം ഇൻ ഡേഞ്ചർ അല്ലേ, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരു തോട്ടാണ് നമുക്ക് എഴുതുന്നെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു അപകടം പറ്റുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരാൾ എഴുതുന്ന തോട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓ മൈ ഗോഡ് എന്നുള്ള സെന്റൻസും ഐ ആം ഇൻ ഡേഞ്ചർ, ഞാനൊരു അപകടത്തിലാണ് എന്നുള്ളതും, ഹൂ വിൽ സേവ് മീ, എന്നെ ആര് രക്ഷിക്കും എന്നുള്ളതും, ഐ ആം സോ സ്കെയർഡ്, എനിക്ക് ഒരുപാട് പേടിയാവുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യാം മക്കൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ഡിസ്കഷനും എല്ലാം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മിസ് ഇവിടെ കൊടുക്കുക കേട്ടോ, 8589823710. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി മറക്കാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.